കുറഞ്ഞിട്ട്, ലോകത്തോടുള്ള കണ്ണുകൾ കാഴ്ചകൾ കുറഞ്ഞിട്ട്, ലോകത്തോടുള്ള കേൾവികൾ കുറഞ്ഞിട്ട് ആത്മമണ്ഡലങ്ങളിൽ സഞ്ചരിക്കുമെങ്കിൽ അസാധാരണ മേഖലകള് ധനഘടക ഈ ഉപവാസത്തില് കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരും. കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരും. എത്ര പേര് വിശ്വസിക്കുന്നു? പല മണ്ഡലങ്ങളിൽ എനിക്ക് തൊട്ടു പറയണമെന്നുണ്ട്. മങ്ങിപ്പോയ ചിലരുണ്ട്. അഭിഷേകത്തിൽ നിങ്ങൾ മടങ്ങി വരണം. ദൈവമക്കളൊന്ന് ജ്വലിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ദൈവമക്കളൊന്ന് ദൈവ സാന്നിധ്യത്തിൽ വർദ്ധിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അസാധാരണ വഴി തുറക്കും. മുൻപിൽ ചെങ്കടലുണ്ടെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ആ കർത്താവ് അഭിഷേകമുള്ള ഒരു വടി മോശയെ ഏൽപ്പിച്ചത്. എന്തിനാ നമ്മുടെ അധരത്തിൽ അന്യഭാഷ തന്നിരിക്കുന്നത്? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പാട്ടുപാടി അവസാനം ഓർഗണിന്റെ ശക്തി ഒന്ന് കൂടിയപ്പോ 4 വാക്ക് പറഞ്ഞ് നിർത്താനോ അല്ല. നിന്റെ മുമ്പിൽ ചെങ്കടലുണ്ട്, നിന്റെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട്, നിന്റെ മുമ്പിൽ വിഷയങ്ങളുണ്ട്. അതിനെ കീറി മുറിച്ചു പോകണമെങ്കിൽ അഭിഷേകം ജ്വലിച്ചേ ഒക്കത്തുള്ളൂ. ഈ ഒരു തലമുറയില് ബ്രദറിന് ഉപദേശങ്ങളിലേക്ക് കെട്ടുവാൻ പെന്തക്കോസുകാരായ ദൈവമക്കളെ ബ്രദറൻ മേഖലകളിലോട്ട് കെട്ടുവാൻ പലരും ശ്രമിക്കുമ്പോ ഈ നിമിഷം തിരിച്ചറിഞ്ഞോണം, അഭിഷേകത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ദൈവമക്കളാ നമ്മള്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ അടൂരിനടുത്ത് പ്രസംഗിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, പെന്തക്കോസ് എന്ന് പറഞ്ഞ ദൈവശക്തിയാ. ദൈവശക്തി ഇല്ലാത്തവൻ ഒരുപക്ഷെ പറയുന്നത് കൊണ്ട് നിങ്ങള് എന്നോട് വിരോധം ചിന്തിക്കരുത്. ആർക്കും പ്രസംഗിക്കാം, ആർക്കും പാസ്റ്ററാകാം. പക്ഷെ ഒരു അഭിഷക്തനാകണമെങ്കിൽ, ഒരു അനോയിന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകണമെങ്കിൽ അവന്റെ മേൽ ദൈവശക്തി ഉണ്ടാകണം. പോയിന്റ് പറയാൻ പഠിച്ചാലിരുന്നാ മതി. വൃത്തിക്ക് പ്രസംഗിക്കാൻ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ദൈവശക്തി ചലിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവശക്തി ചലിക്കണമെങ്കിൽ പ്രാസത്തിലല്ല ദൈവം ഇറങ്ങുന്നത്. ദൈവദാസിമാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങുക. ദൈവദാസന്മാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവശക്തി ഇറങ്ങുക. ദൈവജനമേ നിങ്ങൾക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങുക. പ്രാപിക്കുക. ശക്തമായ തീ കത്തട്ടെ. തീ അനുഭവിക്കണം. തീയുടെ ചൂട് നിന്റെ ശരീരത്തടിക്കണം. ഹല്ലേലൂയ. നിന്നിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നത് നിലവാരങ്ങൾ മാറട്ടെ, ആത്മമേഖലകൾ മാറട്ടെ. അടുത്തൊരു നിലത്തിലേക്ക്, അടുത്തൊരു മേഖലയിലേക്ക് ദൈവജനത്തെ ദൈവം കയറ്റട്ടെ. ദർശനങ്ങൾ ഓപ്പൺ ആകുന്നു, വെളിപ്പാടുകൾ ഓപ്പൺ ആകുന്നു. അസാധാരണ ആത്മതലം ദൈവമക്കളുടെ ദൈവം തുറക്കുന്നു. നീ കണ്ണുകൊണ്ട് കാണാൻ പോവാ. Thank you, Holy Spirit. Thank you, precious Lord. ഈ 7-ാം ദിവസം ശക്തമായ ദൈവത്തിന്റെ ഇടപെടല് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, തുടർന്നും ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളെ കർത്താവ് തൊടും. എന്നും നീ ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവനല്ല, എന്നും നീ ദാരിദ്ര്യത്തിൽ കിടക്കേണ്ടവനല്ല, എന്നും നീ ആ രോഗത്തിൽ ഹല്ലേലൂയ തകരേണ്ടവനല്ല. നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. ആ വിടുതൽ നൽകാൻ യേശുവപ്പച്ചൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നെങ്കിലും വിടുതൽ എന്ന് പറഞ്ഞ് കേൾക്കുന്ന ദൂത് മതിയാക്ക്. എന്റെ യേശു വന്നാൽ സഡൻ കുടുംബങ്ങൾ പുറത്തു വരട്ടെ, വ്യക്തികൾ പുറത്തു വരട്ടെ. തലമുറയോടുള്ള ബന്ധത്തിലുള്ള ദുഃഖങ്ങൾ വഹിക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധത പറയുക. നിന്റെ തലമുറയുടെ ഒരു വിടുതലിന്റെ ഉപവാസ പ്രാർത്ഥന കേട്ടോ. 21 ദിവസം നീ വേർപെട്ടിരിക്കുമ്പോ നിന്റെ കുഞ്ഞിന്റെ വിഷയം ആരോട് പറഞ്ഞില്ലെങ്കിലും വാതിലുകൾ അവന് വേണ്ടി തുറക്കുക. ഇതിനകത്ത് 7-ലധികം മാതാക്കന്മാരുടെ തലമുറകൾക്ക് വേണ്ടി പട്ടണങ്ങളുടെ വാതിൽ, രാജ്യങ്ങളുടെ വാതിൽ കർത്താവ് തുറക്കുക. പ്രാപിച്ചോ. Shabalaba Shiba Sanda Revakara Baudimana Hatana Baudiba Tana Bauda Iba Baba Hamdadaba Turakano Rosamandi Sigerichata Uda Batana Bauda Bada Gasatana Bauda Udi Kabatana Baudi Ketene Batoni Baudi Balaga Ataba Regata Nauda Devadasimare Sigerichata
Alabalagadagatana, Atanagatanagataka, Udibalautavanagatagasia, Udavanagatana, Ribalauti Banadana, Udiga Banagataka, Suduni, Ambaba, Nagataka, Udabalaba, tender of the Tikat in the Talamurale Bendicha Bendana, in the Mishangal idea, Evidently, Edangiri, Joliananda, Edangiri, Megal, Straka in it to Ananda, in the Talamura Vaitatam, Abane Tikat of the Tikam, the Yumaranu, Ameda Garba, Tulu, oh, Tagatagali, one Antagar. മണ്ഡലങ്ങൾ വെല്ലുവിളിച്ചപ്പോ അവനെ ജനിപ്പിക്കുക മാത്രമല്ല അവനോട് വാക്തത്വവും ദൈവം പറഞ്ഞെങ്കിൽ അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പാസ്റ്റർ ശുശ്രൂഷ നിലവാരങ്ങൾ മാറാൻ പോവാ, ചിന്തിക്കാത്ത ബന്ധങ്ങൾ ഉണ്ടാകാൻ പോവാ. തനിക്കൊരു പുറപ്പാട്, തനിക്കൊരു മിഷൻ യാത്ര പരിശുദ്ധനെ കാണിക്കുന്നു, തയ്യാറായിരിക്കുന്നു. ഉടബാന വെറുതെയല്ല പോകുന്നത്. ഒരു ശുശ്രൂഷയുടെ ഓഫീസുമായി നിന്റെ നോട്ടത്തിൽ ദൈവശക്തി വ്യാപരിക്കത്തക്ക രീതിയിൽ, നിന്റെ കൈവെപ്പിൽ അഭിഷേകത്തിന്റെ ചലനം വെളിപ്പെടത്തക്ക രീതിയിൽ. എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണമാക്കല്ല. പോയിന്റ് പറയുന്നവർ പറഞ്ഞു പോകട്ടെ. റിബല ബൗഡ പ്രാസം പറയുന്നവർ പ്രാസം പറഞ്ഞു പോകട്ടെ. നമ്മളെ ദൈവം വിളിച്ചത് ദൈവശക്തി വെളിപ്പെടുത്താനാ. നമ്മളെ ദൈവം അധികാരപ്പെടുത്തിയത് നമ്മുടെ സ്തോത്രത്തിൽ ദൈവശക്തി വ്യാപരിക്കണം, നമ്മുടെ അന്യഭാഷയിൽ ദൈവശക്തി വ്യാപരിക്കണം. നമ്മൾ ഒരു വാക്കേ പറഞ്ഞുള്ളെങ്കിൽ അതിന് പുറകിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. അഭിഷേകത്തിന്റെ മേൽ ശക്തമായൊരു നിയോഗം ഈ വാസ്തവത്തിൽ ദൈവം ഇടുക. പുതപ്പ് വീണവൻ പിന്നെ കാളയുടെ പുറകെ പോകുന്നത് നിർത്തി. അവന് കാളയെ കാട്ടി വലുത് ശുശ്രൂഷയാണെന്ന് തിരിച്ചറിഞ്ഞു. പുതപ്പിന്റെ മഹത്വം തിരിച്ചറിയുന്ന ഒരു തലമുറ എഴുന്നേക്കണം. പുതപ്പിന്റെ മഹത്വം തിരിച്ചറിയുന്ന, അഭിഷേകത്തിന്റെ പുതപ്പിന്റെ മഹത്വം. കാളകളെ കിട്ടാൻ വേണ്ടി പുതപ്പ് മാറ്റി വെക്കുന്നവരല്ല, ദ്രവ്യാഗ്രഹമോഹത്തിൽ സഞ്ചരിക്കുന്നവരല്ല, കമന്ന് വീണ കാപ്പണമെന്നുള്ള മൈൻഡിൽ പോകുന്നവരല്ല. അതിനെക്കാട്ടി വലുതാ. ദൈവത്തിന്റെ പുതപ്പിന്റെ വിലയറിഞ്ഞവന് നയമാൻ കൊണ്ടുവന്ന ദ്രവ്യം ഒന്നുമല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അഭിഷേകത്തിന്റെ വിലയറിഞ്ഞവന് ലോകത്തിന്റെ ധനവാന്മാർ കൊണ്ടുവരുന്ന ദ്രവ്യത്തിന്റെ വില വിഷയമല്ല. പുതപ്പിന്റെ വിലയറിയാത്ത ഗേഗസിക്ക് അത് വിഷയമാണ്. ദൈവം നമ്മളെ വിളിച്ചത് പണത്തിനടി ഉണ്ടാക്കാനല്ല. ദൈവം നമ്മളെ വിളിച്ചത് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറയാനല്ല. അതിന് പുറകെ പോയിട്ട് നീ എന്ത് നേടി? തലമുറയ്ക്ക് ശാപം കരുതല്ല ഉള്ളൂ. ഈ നിമിഷങ്ങളിൽ ദൈവ പദ്ധതിയിലേക്ക് ചില ദൈവദാസന്മാരെ കർത്താവ് റീസ്റ്റോർ ചെയ്യുക. ദൈവിക പ്ലാനുകളിലേക്ക് എന്നോ അമ്മവനെ ഡൈവേർട്ട് ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ കർത്താവ് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൂതിനകത്തോട്ടൊന്ന് കയറിയാട്ട് എനിക്ക് അഭിഷേകമാ വലുതെന്ന് പറ. എന്റെ വീട് പുതപ്പിന്റെ വില ഞാൻ തിരിച്ചറിയാതെ പോയി കർത്താവേ. അഭിഷേകമുണ്ടോ വണ്ടി വരും, അഭിഷേകമുണ്ടോ വീട് വരും, അഭിഷേകമുണ്ടോ സമ്പത്ത് വരും, അഭിഷേകമുണ്ടോ സകലതും വരും. അതിന്റെ പുറകെ പോകുകയല്ല, അത് നിന്റെ പുറകെ വരും. Satoni, Hinkatoni, Biketoni, Satoriba, Ushikana, Nambodi, Bidiga, Satani, Badagaduni, Antudiba, Janagadagaduriba, Nagadagasi, Aduni, Baudivana, Gadagasia, Udikaba, Regatana, Dinagadanagadaguni, Badagagaduni, Batana Bauda, Udaba, Regatana, Divala, yes, you order, Elishikabarena, Udunda, and the Atma of Indaguda Ponarenu, Anganaka, Atmatala, Tradeomakalunda. അങ്ങനെയൊക്കെ ഒരു ആത്മമണ്ഡലത്തിലോട്ട് വരണം. ചില ഗേഗസിംഹരുടെ പുറകെ സഞ്ചരിക്കാൻ. ഒരു മുറി അന്യഭാഷ പറഞ്ഞു, ഒരു മുറി വെളിപ്പാട് പറഞ്ഞു, ഒരു മുറി പ്രവചനം പറഞ്ഞു പോയത് മതി. ആത്മതലത്തിന്റെ ആഴങ്ങളിലേക്ക് കയറുന്ന ഒരു തലമുറ എഴുന്നേക്കണം.
തോമസ് എറണാകുളം, ആ കുടുംബത്തെ പരിശുദ്ധം ലൊക്കേറ്റ് ചെയ്യുക, ആ കുടുംബത്തെ പരിശുദ്ധം ലൊക്കേറ്റ് ചെയ്യുക. റൂട്ട് തിരിച്ച് ദൈവം വിടാൻ പോവാ, റൂട്ട് തിരിച്ച് ദൈവം വിടാൻ പോവാ. നികര ഇനി ഒരു തകർച്ചയുടെ സീസൺ അല്ല, ഇനി ഒരു പരാജയത്തിന്റെ സീസൺ അല്ല. കർത്താവ് ഇറങ്ങി വന്ന് ചിലനെ തിരിക്കും കേട്ടോ. ഊടി അമ്പവ അതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഓ, മാനുഷിക ബുദ്ധി പോയതെല്ലാം പരാജയപ്പെട്ടില്ലേ? മാനുഷ്യ ചിന്ത പോയതെല്ലാം തോറ്റുപോയില്ലേ? തോൽവിയുടെ ഒരു ലിസ്റ്റ് തന്നെയല്ലേ ലഘടക മുൻപിലുള്ളത്. എന്നാൽ ഇനി അങ്ങനെ തോറ്റു പോകേണ്ടവരല്ല ഞാനെന്ന് പറഞ്ഞ ദൈവദാസി ഈ ഉപവാസപ്രത്തിന് സമർപ്പിക്കുമെങ്കിൽ നിന്നെ ജയത്തിലേക്ക് ദൈവം കയറ്റാൻ പോവാ. പലയിടത്തുനിന്ന് നീ ഓടി മാറുകയുണ്ട്. പലരോട് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിന്റെ ചില തകർച്ചകൾ പലയിടത്തുനിന്ന് എന്നെ മാറ്റിയെങ്കിൽ ലൈവിൽ പ്രവചിക്കുക, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ഈ 9ാം മാസം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും. ഈ 9ാം മാസം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും. കർത്താവ് ഇറങ്ങി വന്ന് ദൈവം എന്നോട് ഇങ്ങനെ പറയുക, മോർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുകുമരത്തിൽ ഹാമാനെ തൂക്കിയതുപോലെ നിന്റെ ഭവനത്തിന് വേണ്ടി ഒരുക്കിയ കഴുകുമരത്തിൽ ഒരുക്കിയവരെ തൂക്കി നിന്നെ രാജ്യത്വത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. പ്രാപിക്ക്. ആ കുടുംബത്തിലേക്ക് മഹത്വം ഇറങ്ങുന്നു. എന്നേക്കുമായി ബന്ധിച്ച ചില ബന്ധനങ്ങൾ, സ്നേഹിച്ചടുത്തു നിർത്തി ബന്ധിച്ച, വശീകരിച്ചടിച്ചു നിർത്തി ബന്ധിച്ച ആ ബന്ധനത്തെ ആത്മാവ് വെട്ടിക്കളയുക. ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ കുടുംബത്തിന്റെ നിൽക്കുന്ന ശക്തിയായിട്ടുള്ള പ്രതിസന്ധി ഊരിപ്പോട്ടെ. നമുക്കാർക്കും അറിയത്തില്ല, എനിക്ക് ഇതിനകത്തുള്ള ഒരാളെ പോലും അറിയത്തില്ല, എന്റെ പരിചയമുള്ള ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോന്നും എനിക്കറിയത്തില്ല. എനിക്ക് റോയ് പാസ്റ്റർ 1-2 തവണയുള്ള ഫോൺ ബന്ധത്തിലൂടെ അറിയത്തുള്ളൂ. പക്ഷേ നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവദാസിയുടെ ഭവനത്തിൽ ഘനീഭവിച്ചു നിൽക്കുന്ന ചില ആധിപത്യങ്ങൾ പൊട്ടുക. ഭവനത്തിനകത്ത് പോലും തേർവാഴ്ച നടത്തി സ്വസ്ഥതകളെ കെടുത്തി കാലത്തിന് മുമ്പ് രോഗികളാക്കി മണ്ണോട് മണ്ണ് ചേർക്കാൻ കെട്ടിയ കെട്ട് ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അറിയുന്നു. അതുനിബ ജനഘടകതുനിബ ചേരിക സംഭരാധികരഘടകതിയ അതുനിബരഘടക സുരിയാന്ധര ബൗഡഭര. അഭിചാരകന്റെ സമയം കഴിഞ്ഞുപോയി, മന്ത്രവാദിയുടെ സമയം കഴിഞ്ഞുപോയി, ശകുനവാദിയുടെ സമയം കഴിഞ്ഞുപോയി. നിന്റെ നേരെ വിരൽ ചൂണ്ടി നിന്നെ തകർത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ സമയം കഴിഞ്ഞുപോയി. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ദൂതന്മാരുടെ സഞ്ചയവുമായി ഇറങ്ങി വന്നിരിക്കുക. യേശുവപ്പച്ചനെ ഞാൻ കാണുകയാ, ദൂതന്മാരെ ഞാൻ കാണുകയാ. Oh, thank you, Holy Spirit. Thank you for your precious presence, Lord. നിങ്ങളുടെ വേദനകൾ നിങ്ങൾ മറന്നിട്ട്, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ മറന്നിട്ട്, നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾ മറന്നിട്ട് യേശുവേനെ വിളിച്ചാട്ട്, എന്നിട്ട് അഭിഷേകത്തിന്റെ വെട്ടിലോട്ട് കയറിയാട്ട്, ചിലതൊക്കെ ഒന്ന് ആക്ഷൻ കാണിക്കാമെങ്കിൽ കാണിച്ചാട്ട്, നിങ്ങള് പിന്നെ മ്യൂട്ട് മാറ്റണ്ട, മ്യൂട്ടിൽ തന്നെ ഇരുന്നോട്ട്. പക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില പ്രൊഫറ്റിക്കൽ ആക്ഷൻസുകൾ ദൈവമക്കൾ കാണിച്ചാട്ട്, എന്നും ഇങ്ങനെ ചടഞ്ഞുകൂടി ഒതുങ്ങി പോകാനല്ല, നാം തുറന്ന് കൽപ്പിക്കാൻ കഴിയുന്നവർ കൽപ്പിച്ചാട്ടെ ഒരു അസാധാരണ ആത്മമണ്ഡലം വെളിപ്പെടുത്തിക്കുക. ആ ദൈവദാസനെ ദൈവമവനെ കാണിക്കുക. ചിന്തിക്കാത്തൊരു ആത്മമണ്ഡലത്തിലേക്ക് ഈ നിന്റെ ദാസനെ ദൈവം വലിച്ചെറിയുക. വാക്തത്വത്തിന് അടുത്തെത്തും, എന്നാൽ അതിനോട്ട് കയറാൻ കഴിയാതെ പലപ്പോഴും വാക്തത്വത്തിന് അതിരിടുന്ന മണ്ഡലം ഈ 7ാം ദിവസം അഴിയുക. നിന്റെ മുമ്പിൽ ഒരു വിശാലമായ വഴിയുണ്ട്. ഈ ചെറിയ വഴിയിൽ അല്ല നീ സഞ്ചരിക്കേണ്ടത്. അതിന് കഴിവുള്ളവനാ നീ, അതിന് പ്രാപ്തനാ നീ. എന്നാൽ അതിനോട് നീ ഓർക്കുന്ന മണ്ഡലം ഈ നിമിഷങ്ങൾ അഴിയുക. ശക്തമായ ഒരു അഭിഷേകത്തെ ആ മകന്റെ മേൽ ഞങ്ങൾ ഇൻവോട്ട് ചെയ്യുന്നു. രക്തം ജയമെടുക്കുന്നു. നിന്റെ വഴിയുടെ വളവുകൾ ദൈവം മാറ്റുക. അച്ചരികമായ ഒരു വളഞ്ഞു പുളഞ്ഞ വഴി ദൈവം അവനെ കാണിക്കുക. അതിനെ ദൈവം നിവർത്താൻ പോവാ. ഇത് എത്ര നാളുകൊണ്ട് ഞാൻ യാത്ര ചെയ്ത് ചെല്ലുമെന്ന് ചിന്തിക്കുമ്പോ
അതിനെ നിവർത്തി നിന്റെ കാലുകൾക്ക് വേഗത കൂട്ടി നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കത്തക്ക രീതിയിൽ ആത്മറിലം ഓപ്പൺ ആകുന്നു. ആത്മറിലം ഓപ്പൺ ആകുന്നു. അതിനുപരി നിന്റെ മേലിൽ ശുശ്രൂഷയുടെ മണ്ഡലത്തെ ദൈവം തുറക്കുക. ഈ ലോകത്തിലെ ശൗലുമാര് തന്ന കുപ്പായം ഇടാനല്ല. ദാവീദേ, നിനക്ക് അഭിഷേകം തന്ന കരുണ കൊണ്ട് മാത്രം നീ സഞ്ചരിച്ചാ മതി. ൂതിന്റെ ആഴങ്ങളിലേക്ക് ദൈവം വീണ്ടും ഇറങ്ങുക. ആ ദൈവമനുഷ്യനെ കർത്താവ് വീണ്ടും ലൊക്കേറ്റ് ചെയ്യുക. ആരെങ്കിലും പറയുന്നത് കേട്ട് പറയാനല്ല, ആരെങ്കിലും നയിക്കുന്ന വലിയ നയിക്കാൻ പോകാനല്ല. പരിശുദ്ധമവനെ നടത്തും, പരിശുദ്ധമവനെ നയിക്കും. ഒരു ശുശ്രൂഷയുടെ ഓഫീസ് നിന്റെ മേലുണ്ട്. ഇത് പൊട്ടി പുറത്തു വരിക, അത് ശക്തിയോട് പൊട്ടി പുറത്തു വരിക. ആത്മറിനങ്ങളെ കാണത്തക്ക രീതിയിൽ ഒരു ആത്മ മേഖല ദൈവം തുറക്കുക. നിന്റെ ജീവിതം മാറുന്ന നിമിഷങ്ങളാ. നിന്റെ കരങ്ങൾക്കൊരു കരം വന്ന് പിടിക്കുന്ന ഒരു വെളിപ്പാട് ദൈവം അവനെ കാണിക്കുന്നു. നിന്റെ കരങ്ങൾക്കൊരു കരം വന്ന് പിടിക്കുന്ന വെളിപ്പാട് ദൈവം കാണിക്കുന്നു. ബന്ധിച്ചൊതുക്കിയ കാലം പറഞ്ഞ്, വർഷം പറഞ്ഞ്, മാസം പറഞ്ഞ് ബന്ധിച്ചൊതുക്കിയ ബന്ധനം ഈ നിമിഷങ്ങൾ അറിയുക. നീ ദൈവത്തിന്റെ സമയത്തിലേക്ക് കയറുക. നീ ദൈവത്തിന്റെ കൈറോസിലേക്ക് കയറുക. ചില ദൈവമക്കൾ ചലിച്ചു തുടങ്ങട്ടെ. ദൈവമക്കൾ ചലിച്ചു തുടങ്ങട്ടെ. ചില ദൈവമക്കൾ ചലിച്ചു തുടങ്ങട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുക. ദൈവശക്തി ചലിക്കട്ടെ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. മഹത്വം മൂവ് ചെയ്യട്ടെ. ദൈവശക്തി മൂവ് ചെയ്യട്ടെ. ദൈവ സാന്നിധ്യം മൂവ് ചെയ്യട്ടെ. അഭിഷേകം മൂവ് ചെയ്യട്ടെ. ആത്മബലം മൂവ് ചെയ്യട്ടെ. കർത്താവേ നന്ദി. യേശോപച്ച നന്ദി. ശാന്തിമോൾ ബെഞ്ചമിൻ ആത്മാവ് നിന്നെ ലൊക്കേറ്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ കാണുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങുന്നു. പരിശുദ്ധന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുന്നു. ഒരാത്മാവിന്റെ തീ നിന്റെ മേൽ വെളിപ്പെടുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് 2 വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ഒരു കണ്ണയെ പോലെ കരയുന്നവൾ എന്നും കരയുകയല്ല. തന്റെ കയ്യില് ഒരു ശമുവേലുമായി ദേവാലയത്തിലേക്ക് വരികയാ. നിന്നോട് ദൈവമോ പ്രവചിക്കാൻ പറയുന്നു. എന്നും കരയുകയല്ല, കയ്യിൽ ഒന്നുമായിട്ട് നീ മനുഷ്യരുടെ മുമ്പിൽ വരും. പരിഹസിച്ചോടെ മുമ്പിൽ വരും. കളിയാക്കിയോടെ മുമ്പിൽ വരും. നിന്റെ മേലൊരു ദൈവശക്തി. നാളുകളായി നിന്നെ കെട്ടിയ കെട്ട് അഴിയുന്നു. നാളുകളായി നിന്നെ ബന്ധിച്ച ബന്ധനം അഴിയുന്നു. നീ വാഗ്ദത്തത്തിലേക്ക് കയറുന്നു. ദൈവശക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു.
ഓ രാബാല സതന ബൗഡ എൽസി അലക്സാൻഡി, ഓ ദൈവശക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി ഞാൻ നിന്നെ നിർത്തിയിരിക്കുക. അനേകർക്ക് അനുഗ്രഹമാക്കി ഞാൻ നിർത്തിയിരിക്കുക. ഓ ദൈവ പദ്ധതി ഇതോടൊന്നും തീരത്തില്ല. ഓ ദൈവ പദ്ധതി ഇതോടൊന്നും തീരത്തില്ല. ദൈവ പദ്ധതി ഇതോടൊന്നും തീരത്തില്ല. ആ ദൈവദാസിയുടെ മേലൊരു ശക്തമായ ആത്മതലത്തെ ഞാൻ കാണുക. ഓ എന്റെ മേൽ വ്യാപരിക്കുന്നതിനേക്കാൾ വലിയൊരു ആത്മമേഖല ദൈവം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ചേർത്ത് നിന്നെ എടുത്തുകൊണ്ട് പോകും. ദൈവം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്നെ എടുത്തുകൊണ്ട് പോകും. നിന്നെ ചില പട്ടണങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു വെളിപ്പാട് ദൈവം അവനെ കാണിക്കുന്നു. ശക്തി റിലീസ് ചെയ്യുന്നു. നീ ഒതുങ്ങിപ്പോകത്തില്ല. നിരാശപ്പെട്ടു പോകരുത്. ചില വാക്കുകളുടെ മുമ്പിൽ നീ അതിൽ വാടിപ്പോകരുത്. ഓ ചില പ്രതിസന്ധിയുടെ മുമ്പിൽ നീ വാടിപ്പോകരുത്. കരുത്തോടെ നിൽക്കുക. നീ അവരുടെ വശം തിരിയത്തില്ല. അവർ നിന്റെ വശം തിരിയും. ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പലയിടത്തും പോയി തോറ്റവരുണ്ട് കേട്ടോ. പല ബലത്തിലും ആശ്രയിച്ച് പരാജയപ്പെട്ടവരുണ്ട്. നിങ്ങളെ തൊട്ട് ദൈവാത്മാവ് പറയുക, ഇനി കർത്താവിൽ അങ്ങ് ആശ്രയിക്കുക. പല വഴിയിലും പോയില്ലേ, പല പന്താവിനും പോയില്ലേ. ദൈവശക്തി എന്ന് അറിയാമായിരുന്നു, ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ഞാനൊന്ന് തുഴയട്ടെന്ന് ചിന്തിച്ചു, എന്നെ കൊണ്ടൊന്ന് എത്തിക്കാമെന്ന് ചിന്തിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ കോണ്ടസ്റ്റ് വിട്ടുമാറിയാന്നില്ല ദൈവാത്മാവ് എന്നോട് പറയുക, ഓ ഹല്ലേലൂയ, എല്ലാം തോറ്റ ചില ലൈവിലുണ്ട്, എല്ലാ മേഖലയിലും തോറ്റ ചിലരുണ്ട്. ഹല്ലേലൂയ. ഒരു ഒഴിവായെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയും ഒരു തുടക്കമാകുന്നേ ഉള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്റെ ഒടുക്കമല്ല, എന്റെ തുടക്കമാണെന്ന് പറ. ദൈവമക്കളൊന്ന് ചിരിച്ചേ, പിശാച് കേൾക്കട്ടെ. നിങ്ങൾ ആത്മാവിലൊന്ന് ചിരിച്ചേ. നിങ്ങൾ ഭവനത്തിനകത്ത് ചിരിക്കുമ്പോൾ തന്നെ ശാസനയെക്കാട്ടി പവർ വെളിപ്പെടുക. ചിരിക്കുന്നില്ല. യേശുവിന്റെ നാമത്തില് ഈ 7-ാം രാത്രിയില് എല്ലാരോടൊന്ന് പറഞ്ഞു ചിരിക്കാൻ പറ. നിന്റെ ചിരി ശത്രു കേൾക്കട്ടെ. നീ തലകുനിഞ്ഞ് എന്നും തലകാഴ്ത്തി എന്നും നിരാശപ്പെട്ടിരിക്കാനാ ശത്രു പദ്ധതി തയ്യാറാക്കിയേ. എന്നാൽ തല ഉയർത്തി ചിരിക്ക്. ജീവിത സാഹചര്യം ഒന്നും മാറിയില്ല, പക്ഷെ ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുക. എന്തോ ഒരു ഉറപ്പ് നിനക്ക് കിട്ടി. ഈ 7-ാം രാത്രിയിൽ എന്തോ ഒരു ഉറപ്പ് നിനക്ക് കിട്ടിയോ? സകല ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവ സമാധാനം. ആ ദൈവദാസനെ കർത്താവിനെ കാണുക. ഒരു തുടക്കം ശുശ്രൂഷ ദൈവം ഇടാൻ പോവാ കേട്ടോ. അഭിഷേകത്തിനെ ഒരു തുടക്കം ദൈവം ഇടാൻ പോവാ. ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, ഫുൾ സ്റ്റോപ്പ് അല്ല. നിന്റെ ഉദരത്തിനകത്തേക്ക് ഒരു ദൈവശക്തി ദൈവം റിലീസ് ചെയ്യുന്നു. നിന്റെ ഉദരത്തിനകത്തേക്ക്, അഭിഷേകത്തിന്റെ ഉദരത്തിനകത്തേക്ക് ഒരു ദൈവശക്തിയെ കർത്താവ് റിലീസ് ചെയ്യുക. പ്രാപിച്ചോ. ഭവനത്തിനകത്തുള്ള ചിലതിനെ ഉദരത്തിൽ ബന്ധിക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതകൾ കൊണ്ട് വേണ്ടാന്ന് വെക്കുകയല്ല, മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചോ. പക്ഷെ ചില രോഗങ്ങളിട്ട് ചിലത് വേണ്ടാന്ന് വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ രോഗക്കെട്ടുകളെ ഭവനത്തിൽ നിന്ന് അറുത്തു കളഞ്ഞ് അഭിഷേകത്തിനോടുള്ള ബന്ധത്തിൽ യാത്രകളെ ഉണ്ടാക്കി എന്നേക്കുമായി ഒതുക്കാൻ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ കർത്താവ് അറുത്ത് ഒടുക്കമല്ല കേട്ടോ, തുടക്കം ദൈവം കുറിക്കാൻ പോവാ. തുടക്കം ദൈവം ഇടാൻ പോവാ. നിന്റെ ഭവനത്തിനകത്ത് ചില തുടക്കങ്ങൾ ഞാൻ ദൈവം കുറിക്കും. ചില കെട്ടുപണികളുടെ തുടക്കം ഞാൻ കുറിക്കും. ചില ആരംഭങ്ങൾ ഞാൻ ഇടും. അവസാനം ഇടുമെന്ന് പറഞ്ഞ് ശത്രു വാദിക്കുന്നുണ്ട്. സ്വന്തം വർഗങ്ങൾക്കകത്ത് തന്നെ സ്നേഹിച്ച് നിൽക്കുന്നുവെന്ന് ചിന്തിക്കുന്നവർ തന്നെ തീർന്നെന്ന് പറയുമ്പോ, അടുത്തു വന്ന് നല്ലത് പറഞ്ഞ് വേറൊരു വ്യക്തിയോട് വേറൊരു കമന്റ് പറയുമ്പോ മുഖം വാടിപ്പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട. ഒരു പുതിയ ആരംഭം ദൈവം ഇടാൻ പോവാ. ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവജനം ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടുക. ഒരു ഒടുക്കമായെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഈ നിമിഷങ്ങൾ ചിന്തിച്ചോണം, ഒരു തുടക്കം ദൈവം ഇടാൻ പോകുന്നതേ ഉള്ളൂ.
ഒരു തുടക്കം ദൈവം ഇടാൻ പോകുന്നതേ ഉള്ളൂ. ഒരു തുടക്കം ദൈവം ഇടാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ഇരുന്നുള്ള ഈ ശുശ്രൂഷ ആയതുകൊണ്ടേ എനിക്കങ്ങോട്ട് അതിൻ്റെതായ നിലവാരങ്ങളിൽ നമ്മൾ ഈ നിന്നൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ ഇരുന്നുള്ള ശുശ്രൂഷ ആയതുകൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കണം, വളരെ പ്രാർത്ഥിക്കണം. പക്ഷെ ഭയങ്കര ഒരു നിയോഗം വെളിപ്പെടുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പോയിന്റ് കേൾക്കാനുള്ളവരുടെ പ്ലാറ്റ്ഫോം അല്ല ഇത്. പ്രസംഗം ഒത്തുവെന്ന് പറയാനുള്ളവരുടെ പ്ലാറ്റ്ഫോം അല്ല ഇത്. ബിജു അബ്രഹാം അച്ഛനെ കർത്താവ് തൊടുക, അച്ഛനെ കർത്താവ് തൊടുക. ദാസന്റെ മേല് ഞാൻ അദൃശ്യമായി കരം വെക്കുമ്പോൾ വലിയൊരു ദൈവശക്തി ഇറങ്ങുന്നു, വലിയൊരു ദൈവശക്തി ഭവനത്തിലേക്ക് ഇറങ്ങുന്നു. എത്ര ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയാൽ ഉറവ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. മേളിലെ മണ്ണ് വന്നിട്ടുള്ളൂ, അകത്തുറവ കിടക്കുക, അകത്തുറവ കിടക്കുക. അകത്തുറവ കിടക്കുക, അകത്തുറവ കിടക്കുക. ദൈവം അങ്ങനെ പ്രവചിക്കുക. ചില മണ്ണ് മാറിയാ നിന്റെ ഉറവ വെളിപ്പെടും. വിശ്വാസത്തിൽ നിന്റെ മണ്ണ് മാറും കേട്ടോ. ഉറവയുടെ മേലിട്ട മണ്ണ് മാറും. ഒരു രാജ്യത്തിന്റെ വാതിൽ നിന്റെ മേൽ തുറക്കുന്ന ദൈവം അവനെ കാണിക്കുന്നു. ഒരു പട്ടണത്തിൽ ഞാൻ നിന്നെ നിർത്തും. ഒരു പട്ടണത്തിൽ നിനക്ക് ചില കഴിവുകൾ ഞാൻ തന്നിട്ടുണ്ട്, ചില താലന്തുകൾ ഞാൻ തന്നിട്ടുണ്ട്. അതിന്റെ മേലൊരു ശക്തമായ അഭിഷേകം വീഴും. താലന്തുകളുടെ മേൽ ഒരു അഭിഷേകം വീഴുമെന്ന് ദൈവം എന്ന് പറയുക. നിന്റെ മുഖച്ഛായ മാറും. നിന്റെ പേരിനെ ഞാൻ പൊക്കിയെടുക്കാൻ പോവാ. നിന്റെ പേരിനെ ഞാൻ പൊക്കിയെടുക്കാൻ പോവാണ്. ദൈവം ആലോചന പറയുക. നിന്റെ മേൽ ദൈവം തന്ന കഴിവുകളുടെ മേൽ ഒരു ശക്തമായ അഭിഷേകം, ഒരു ശക്തമായ അഭിഷേകം വെളിപ്പെടുന്ന സീസണാ. ശക്തമായ ഒരു അഭിഷേകം വെളിപ്പെടുന്ന സീസണാ. ഒടുക്കമല്ല, ഒടുക്കമല്ല. കത്രീനാമ ഫിലിപ്പാൻറ്റി ഒടുക്കമല്ല കേട്ടോ. കത്രീനാമ ഫിലിപ്പാൻറ്റി, യേശു നിന്നെ കാണുന്നു, ദൈവ സാന്നിധ്യം നിന്നെ കാണുന്നു. ദൈവദാസി എങ്ങനെയാണോ എന്താണോന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഒരു ഏഞ്ചൽ നിന്റെ മേൽ ഇറങ്ങി നിൽക്കുന്നത്, ഒരു ഏഞ്ചൽ നിന്റെ ഭവനത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വെളിപ്പാട് ദൈവം അവനെ കാണിക്കുന്നു. ഒരു ഏഞ്ചൽ, ബ്ലൂ കളർ റോഡ്, ഒരു ഏഞ്ചല്, ബ്ലൂ കളർ റോഡ്. പ്രിപ്പയർ യുവർ സെൽഫ്, പ്രിപ്പയർ യുവർ സെൽഫ്, പ്രിപ്പയർ യുവർ സെൽഫ്. നിന്റെ അടുത്ത് നീ ആരോരുമില്ലാത്ത വ്യക്തിയല്ല. നിന്റെ അടുത്ത് ദൈവമുണ്ട്, നിന്റെ അടുത്ത് ദൂതന്മാരുണ്ട്. ഒരാത്മമണ്ഡലം ചലിച്ചിറങ്ങുന്നു, ഒരാത്മമണ്ഡലം ചലിച്ചിറങ്ങുന്നു. ആ ദൈവദാസിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ ദൈവദാസിക്ക് വേണ്ടി ഒരു ഗ്ലോറി തന്നെ മേലിറങ്ങുന്നു, ഒരു ഗ്ലോറി. തന്റെ വസ്ത്രം വെണ്മയാകുന്ന ഒരു വെളിപ്പാട് ദൈവം അവനെ കാണിക്കുന്നു. തന്റെ വസ്ത്രം വെണ്മയാകുന്ന നിന്റെ കഷ്ടതയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ദൈവം ഇടാൻ പോവാ. നിന്റെ വേദനയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ദൈവം ഇടാൻ പോവാ. നിന്റെ ജീവിതം മാറുന്ന നിമിഷം, ഒരു ഗ്ലോറിയിലേക്ക് നിന്നെ പിടിച്ച് കഷ്ടത നിമിഷം ഈ ദിവസങ്ങളിൽ തന്നെ വെളിപ്പെടാൻ പോവാ. എല്ലാവരും യേശുവെ എന്ന് വിളിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും യേശുവച്ചാന്ന് വിളിച്ചാട്ടെ. എല്ലാവരും കർത്താവെ എന്ന് വിളിച്ചാട്ടെ. അപ്പൊ ഇത് ഒടുക്കമല്ല, ഇത് തുടക്കമാകട്ടോ. ദൈവമക്കൾ തിരിച്ചറിയണം, ഇത് ഒടുക്കമല്ല, ഇത് തുടക്കമാ. പരിശുദ്ധമാവ് എന്നോട് ഇങ്ങനെ പറയുക, മരണം ഒരു ഒടുക്കമാണ് ശത്രു വെല്ലുവിളിക്കുമ്പോ അഭിഷേകം പ്രാപിച്ച വെളിപ്പാട് കിട്ടിയ ദൈവമക്കൾക്ക് അറിയാം, ഈ ലോകത്തിലെ മരണം എന്റെ ഒടുക്കമല്ല, എന്റെ തുടക്കമാ. ചില മരണ വെല്ലുവിളികൾ ഉയർത്തി ശത്രു വാദിക്കുന്നുണ്ട്. ചില മരണഭയങ്ങൾ ചിലരുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ നിമിഷങ്ങളിൽ നിയോഗത്തോടെ നീ പറ, പിശാചേ, മരണം എന്റെ ഒടുക്കമല്ല, ഗ്ലോറിയിലേക്കുള്ള എന്റെ സ്റ്റെപ്പാ.
ഗ്ലോറിയിലേക്കുള്ള എന്റെ സ്റ്റെപ്പാ. പിടിച്ചു വെച്ച ചില ബന്ധനങ്ങൾ അഴിയുന്നു, പിടിച്ചു വെച്ച ചില ബന്ധനങ്ങൾ അഴിയുന്നു, പിടിച്ചു വെച്ച ചില ബന്ധനങ്ങൾ അഴിയുന്നു, പിടിച്ചു വെച്ച ചില ബന്ധനങ്ങൾ അഴിയുന്നു. ഇത് ഒടുക്കമല്ല. വെളിപ്പാട് ദൈവം എന്നെ നിർത്തുക കേട്ടോ. ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്, അതൊന്നുമല്ല ചിന്തയായിട്ട് എനിക്ക് എടുത്തത്. പക്ഷേ കർത്താവ് പറയും ഒടുക്കമല്ലെന്ന് പറയാൻ, ദൈവമക്കളോട് പറയാ ഒടുക്കമല്ല, ഒടുക്കമല്ല. ചില ദൈവദാസിമാര് അവരോട് ദൈവം പറയും ഒടുക്കമല്ല. സുമി ജാസ്റ്റസ് ഒടുക്കമല്ല കേട്ടോ. സുമി ആന്റി ഒടുക്കമല്ല, തുടക്കമാ. നിന്നെ ഓട്ടിക്കളയുവാൻ 3 തവണ നിന്നെ ഓട്ടിക്കളയുവാൻ ഉടബാല എന്നേക്കുമായി ഓട്ടിക്കളയുവാൻ അന്ധകാര മണ്ഡലം വെല്ലുവിളിച്ചപ്പോ ഈ വർഷം തുടക്കവും ഉടബാലഘടകത്തിന് നിരഘടകത്തിന് നിന്നെ മുന്നോട്ട് വെപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ശത്രു വെല്ലുവിളിച്ചപ്പോ എന്റെ കർത്താവ് പറയുക, ഒരു തുടക്കം ഞാൻ നിന്റെ മേൽ ഇട്ടേക്കുക, ഒരു തുടക്കം നിന്റെ മേൽ ഇട്ടേക്കുക. ശക്തമായ ഡെലിവറൻസ് വെളിപ്പെടുന്നുണ്ട് കേട്ടോ. അത് എബിപ്പാസ്റ്റ കഴിവുകൊണ്ടല്ല, അത് റോയ്പാസ്റ്റ കഴിവുകൊണ്ടല്ല. ഈ ഉപവാസത്തിന്റെ 7ാം ദിവസം ശക്തമായ ആത്മീയ ഇടപെടലുകൾ നടക്കുക. കുടുംബങ്ങൾ പുറത്തു വരും, കുടുംബ പരിശുദ്ധം ഇങ്ങനെ പറയും. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കുറ്റം പറയുന്നവർ എനിക്കത് വിഷയമല്ല. ചിലര് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരും. ശക്തമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ചിലരുണ്ട്. രമേശനച്ചായ അച്ഛാ പുറത്തു വരും, രമേശനച്ചായ അച്ഛാ പുറത്തു വരും. നിന്റെ മേലൊരു സമൃദ്ധിയുടെ സ്പിരിറ്റ് ദൈവം ഇടുക. വിശ്വസിക്കുക. നിന്നെ കാണാൻ വേണ്ടിയാ ഞാനിത് റോൾ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. നിന്നെ ആത്മാവ് ലൊക്കേറ്റ് ചെയ്യുക. ആദ്യം തൊട്ടേ പരിശുദ്ധ ഒരു വ്യക്തിയെ ദൈവം എന്നെ കാണിക്കുന്നത് നിന്നെയാ. നിന്നെ കണ്ടെത്തില്ലെന്നാ ഞാൻ ചിന്തിച്ചത്. പക്ഷെ ആത്മാവ് നിന്നെ കണ്ടെത്തിയിരിക്കുക. നിന്റെ മേൽ എവിടെ തൊട്ടാലും എവിടെ കൈവച്ചാലും പരാജയം ഇട്ട് നിന്നെ എല്ലാവരുടെ മുമ്പിൽ ഒരു വട്ടസീറോയാക്കി കുടുംബത്തിൽ നിന്ന് പോലുള്ള പരിഹാസങ്ങൾ നീ നേരിടുമ്പോ നിന്നെ ഒരു ഹീറോയാക്കും. നിന്റെ മേൽ ശക്തമായ അഭിഷേകം അടിക്കുന്നുണ്ട്. പാരമ്പര്യമായി നിൽക്കുന്ന ഒരു ബന്ധനം പൊട്ടുക. പാരമ്പര്യമായി നിൽക്കുന്ന ഒരു തകർച്ചയുടെ സ്പിരിറ്റ് നിന്റെ മേൽ അഴിയുക. ഒരു വിച്ച് ക്രാഫ്റ്റിന്റെ വ്യാപാരം നിന്നിൽ നിന്ന് അഴിയുക. അടിയന്റെ മേൽ തന്ന അഭിഷേകത്താ ഞാൻ ഈ മകനെ പുറത്തു കൊണ്ടുവരിക. അടിയന്റെ മേൽ തന്ന അഭിഷേകത്താ അടിയന്റെ മേൽ തന്ന അഭിഷേകത്താ മകനെ ഞാൻ പുറത്തു കൊണ്ടുവരിക. നിന്റെ മേലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ബന്ധനം അഴിയുക. സന്തനാഥന ആ ദൈവമക്കൾക്ക് മാത്രമല്ല, ശക്തമായ സാമ്പത്തിക ഞെരുക്കം ഇടുന്ന ഒരു സ്പിരിറ്റ് അഴിഞ്ഞു മാറുക. അങ്ങനെ ദൈവാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ബദൽ മിനിസ്ട്രീസിനോടുള്ള ബന്ധത്തിൽ അതിരു മാറുക. വിശ്വസിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു ചിറക് നമ്മുടെ വിശ്വാസത്തിൻ്റെതാ, മറു ചിറക് വിശുദ്ധിയുടേതാ. ഒരു ചിറക് വിശ്വാസം, ഒരു അഭിഷക്തന്റെ ഒരു ചിറക് വിശ്വാസം, ഒരു ചിറക് വിശുദ്ധി. ഈ 2 ചിറക് നിനക്കൊണ്ട് നീ പറന്നുയർന്നിരിക്കും. പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 20-ലധികം വർഷമായി. ദൈവം എനിക്ക് തന്ന വെളിപ്പാടിനെതിരെ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ ഖണ്ഡിച്ചു പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും വിഷയമല്ല. പക്ഷേ നൂറുകണക്കിന് ദൈവമക്കളുടെ വിടുതല്, നൂറുകണക്കിന് ദൈവമക്കൾ കൈവപ്പിനാൽ പുറത്തു വരുന്നത് അക്ഷരീയമായി കണ്ടൊരു കർത്തൃദാസനാ ഞാൻ. എന്തെങ്കിലും വിടുതൽ പറയാനല്ല ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ചില കഴുതകളെ അടിക്കാൻ വേണ്ടി തന്നെയാ കർത്താവിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. കൊതിയനല്ല ഞാന്, പ്ലാറ്റ്ഫോം കൊതിയനല്ല ഞാന്. എന്നാ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്നവനാ, ദൈവശക്തിയെ കൊതിക്കുന്നവനാ. ഈ പ്ലാറ്റ്ഫോമിൽ ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവകൃപ അതിശക്തിയോടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. തെറ്റിപ്പെട്ടോണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഈ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ ബലത്തെ ആ ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആ ഭാഗം മാത്രം എടുത്ത് പ്രാർത്ഥിക്കാം. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു സന്ദേശം കൂടെ പറയണം. പക്ഷെ എനിക്ക് ഒട്ടും ബലമില്ല. ഒരു സന്ദേശത്തിലൂടെ എനിക്ക് അടുത്തൊരു മെസ്സേജൂടെ പറഞ്ഞു നോക്കുന്നു. എനിക്ക് ഒട്ടും ഒരു അശരീര ശരീരത്തിൽ ബലമില്ല. പക്ഷെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ പോയിന്റ് നിങ്ങളിൽ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഭയങ്കരമായിട്ട് ഇന്ന് തൊട്ട് ഈ ഉപവാസത്തിന്റെ രീതി മാറാൻ പോവാ.
ഈ ഉപവാസത്തിന്റെ തലം മാറാൻ പോവാ. ഇതിനകത്തുള്ള ചില ഇതിനകത്ത് ശുശ്രൂഷിക്കും. കുഞ്ഞുങ്ങൾ പാട്ട് മാത്രമല്ല, ഞാൻ അവരുടെ പാട്ടൊന്നും കേട്ടില്ല കേട്ടോ. ഈ ഈ ഇതിനകത്ത് ഇതിനകത്ത് കിടക്കുന്നത് കണ്ടതേ ഉള്ളൂ. പക്ഷെ അവര് ശുശ്രൂഷ ചെയ്യാൻ പോവാ. അവരുടെ ആദരങ്ങളിലൂടെ ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോവാ. ഉണർവ് ചലിക്കാൻ പോവാ. മണിക്കൂറുകൾ ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം, പ്രത്യേകിച്ച് യൗവനക്കാർ ദൈവസഭയിൽ യൗവനക്കാരിൽ മേൽ ഉണർവ് ദൈവം വെളിപ്പെടുത്താൻ പോവാ. അതിനാ കുതിക്കേണ്ടത്. കുട്ടിപ്പാടി എന്നും അന്യഭാഷ പറയുന്ന അമ്മച്ചിയെ അന്യഭാഷ പറയിപ്പിച്ച്, എന്നും പ്രബോധനം പറയുന്ന അച്ഛനെ പ്രബോധനം പറയിപ്പിച്ച് പോകാനല്ല. ചില കുറുക്കന്മാരെ വാലോട് വാല് കെട്ടി പന്തം കത്തിച്ച് ഫെലിസ്ത്യന്റെ വയലിലേക്ക് അയക്കുന്ന ഒരു സീസണാ. ചില യൗവനക്കാരുടെ വാലിൽ തീ കത്തിക്കണം. തീ കത്തിക്കണം. എന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കഴിഞ്ഞ ദിവസം അഭിഷേകം പ്രാപിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കഴിഞ്ഞ ദിവസം അഭിഷേകം പ്രാപിച്ചു. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോ ഞാനോട് പറഞ്ഞു, എടാ, നഷ്ടപ്പെട്ട കൃപ കളയല്ല, നഷ്ടപ്പെട്ട അന്യഭാഷ കളയല്ല, നീ കത്തി കയറിക്കോണം. നിന്റെ അതേ പ്രായത്തിലാണ് ഞാനും അഭിഷേകം പ്രാപിച്ചു. ഞാൻ ഇന്നത്തെ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞു. അവന്റെ അതേ പ്രായത്തിൽ എന്റെ പേരും അഭിഷേകം വീണതാ. അതേ പ്രായത്തിൽ ദൈവം അവനെ അഭിഷേകം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തെ നൃത്തം ചെയ്യട്ടെ. അവര് ഡോക്ടർ ആകുകയോ എഞ്ചിനീയർ ആകുകയോ ലോകത്തിലെ ഏറ്റവും മിടുക്കരാകുകയോ അതൊക്കെ വലിയ കാര്യം തന്നെയാ. പക്ഷെ അതിനപ്പുറം അവർ അഭിഷേകത്തിൽ നിൽക്കുക എന്നുള്ളത്. എന്റെ ഒറ്റയാഗ്രഹം, എന്റെ 3 കുഞ്ഞുങ്ങളും അഭിഷേകത്തിൽ ജ്വലിക്കണം. അവരെന്നെക്കാട്ടി കൃപാവരെ പ്രാപ്തരാകണം. ഭവനത്തിനകത്ത് ഞാനില്ലെങ്കിലും ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നാൽ അവർ കൈവെക്കുമ്പോ പൈശാചിക മണ്ഡലം അഴിയണം. അവർ കൈവെക്കുമ്പോൾ അവരുടെ നാവിലൂടെ പ്രവചനം വെളിപ്പെടണം. അവർ കൈവെക്കുമ്പോൾ അവരുടെ രോഗസൗഖ്യം വെളിപ്പെടണം. ഒരു വൈഫ് സ്കൂളിലും വിടത്തില്ല, ഒരു വൈഫ് സ്കൂളിൽ വിടാനും ആഗ്രഹവുമില്ല. പിന്നെ ദൈവം വിടുന്നെങ്കിൽ വിടട്ടെ. ദൈവ സാന്നിധ്യത്തിന് അവർ പ്രാപിക്കണം. കർത്താവ് എന്നോട് പറഞ്ഞു, ബൈബിൾ സ്കൂളിന്റെ സീസൺ കഴിഞ്ഞെന്ന് പറഞ്ഞു. അഭിഷേകമുള്ള തലമുറ പുറത്തു വരാൻ പോവാ. ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ ഇരിക്കുന്ന തലമുറ പുറത്തു വരാൻ പോവാ. കർത്താവ് എന്നോട് പറയുക, ഉദാസീനതയോടെ പോകുന്നവനല്ല, 7-8 മണിക്കൂർ ദൈവസന്നിധി ഇരിക്കുന്നവൻ, 10 മണിക്കൂർ ദൈവസന്നിധി ഇരിക്കുന്നവൻ, 12 മണിക്കൂർ. ഇതൊക്കെ പിടിക്കാൻ ഒക്കുന്ന എത്ര പേരുണ്ട്? എനിക്കറിയത്തില്ല. ഒരു പാരമ്പര്യ പെന്തക്കോസ് കൂട്ടത്തോടല്ല ഞാൻ ഈ പറയുന്നത്. ഒരു കൊട്ടിയും പാടിയും ആരാധന നടത്തിയൊക്കെ പോട്ടെ, അതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവ ശക്തി എക്സസൈസ് ചെയ്യുന്ന ഭവനങ്ങൾക്കകത്ത് മണിക്കൂറുകൾ ഇരിക്കുന്ന ഇന്ന് ഞാൻ ഒരു അപ്പച്ചന്റെ അടുത്ത് പോയി, വയ്യാതിരിക്കുന്ന ഒരു അപ്പച്ചന്റെ അടുത്ത് പോയി. ഞാനും വൈഫും കൊണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോ അപ്പച്ചനെ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, പൂവത്തൂർ ഉണർവ്. ഞാനിപ്പോ പുല്ലാട്ടാ താമസിക്കുന്നത്, ഇതിനടുത്ത പൂവത്തൂർ ഉണർവ് എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ, ഇവിടെ ഒരു പാറയുണ്ട്, അതിനകത്തൊരു ഗുഹ പോലൊരു ഇതുണ്ട്. അന്ന് ഉണർവ് നടന്നപ്പോ ഗുഹയ്ക്കകത്തു പോയി ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യരുണ്ടായിരുന്നു. ഉണർവുകൾ ചലിക്കണമെങ്കിൽ ദൈവസന്നിധി ഇരിക്കുന്നവർ വേണം. നമ്മുടെ സഭകളിൽ പ്രസംഗങ്ങൾ അങ്ങ് കുറയട്ടെ, വാക്യം പറഞ്ഞു പോകുന്ന പരിപാടികൾ അങ്ങ് നിൽക്കട്ടെ. മണിക്കൂറുള്ള ദൈവസന്നിധി ഇരിക്കുന്നവനെ സ്റ്റേജിലോട്ട് കയറ്റണം. ദൈവദൂതുള്ളവനെ സ്റ്റേജിലോട്ട് കയറ്റണം. ദൈവശക്തി വെളിപ്പെടുത്തുന്നവനെ സ്റ്റേജിലോട്ട് കയറ്റണം. എന്നോട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ദൈവമക്കളെ ക്ഷമിക്കണം. ഈ ജ്ഞാനികൾ കൂടിയത് ഇതിനകത്ത് വന്ന വലിയ കുഴപ്പം. ജ്ഞാനികൾ കൂടുതൽ ഗ്രീക്കും ഹീബ്രുവും പറയും. ഞാൻ വേദാധ്യാപകൻ തന്നെയാ കേട്ടോ. ഗ്രീക്കും ഹീബ്രുവും ഇതെല്ലാം വേണം, പക്ഷെ അതിനപ്പുറം ദൈവശക്തി വേണം. നമ്മുടെ അപ്പച്ചന്മാര് ദേശത്തെ പിടിച്ചു കുലുക്കിയത്, നമ്മുടെ അമ്മച്ചിമാര് ദേശത്തെ പിടിച്ചു കുലുക്കിയത് ദൈവശക്തി കൊണ്ടാ. എന്റെ കൊതിയാണ് ഒരു കുടുംബത്തെ ഞാൻ കാല് കുത്തിയാൽ ആ കുടുംബത്തിന്റെ ബന്ധന വഴിയണം. എന്റെ ഭവനത്തിൽ ഒരുവൻ വന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ വിടുതൽ ഉണ്ടാകണം. കൂട്ടാബാബ അവന്റെ ജീവിതം ഒന്ന് മാറണം, അവന്റെ പരിശുദ്ധം ഒന്ന് തോന്നും. ഈ സൂമിന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മുഴുവൻ പേരെ കർത്താവ് തുടരണം. ഇതിനകത്ത് മുഴുവൻ ദൈവം തുടരണം. രക്തം ജയമെടുക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ
അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ ഈ ദൈവ സാന്നിധ്യത്തോട് കൊതിയുള്ള ഒരു തലമുറ എഴുന്നേക്കണം. അഭിഷേകത്തോട് കൊതിയുള്ള, വിശുദ്ധ ജീവിതത്തോട് കൊതിയുള്ള ഒരു തലമുറ എഴുന്നേക്കണം. ഇതെങ്ങനെ വിറ്റ് കാശാക്കാമെന്ന ചിന്തയുള്ളവരല്ല. ഇതെങ്ങനെ റിബാല ധനവ മാർക്കറ്റ് ചെയ്യാമെന്ന ചിന്തയുള്ളവരല്ല. എങ്ങനെ ഞാൻ കുറയണം, എങ്ങനെ യേശു എന്നി വളരണം, അങ്ങനെ മൈൻഡുള്ളവരാ. അങ്ങനെ മൈൻഡുള്ളവരാ. ഉടവ ശതന രൗഡവ രഗത നഗട ധികര ജനാദിയ. വൈപാസ് എന്നോട് പറഞ്ഞേക്കുന്നത് 9:20 വരെയൊക്കെ പോകാമെന്ന. എങ്ങനെ പോകുമെന്നാ ഞാൻ ചിന്തിച്ചത്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ സമയം നോക്കിപ്പോ 9:05. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇത്രയും സമയമൊക്കെ ദൈവദാസൻ എനിക്ക് തന്ന ഞാൻ എവിടെ കൊണ്ട് നിർത്തും? കാരണം ഈ ദൈവമക്കളെ കണ്ട് ശുശ്രൂഷിക്കുന്നതും ഇതിനകത്ത് വന്ന് ശുശ്രൂഷിക്കുന്നത് ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ. എന്നാല് ഇച്ചിരി ഏറെ സമയം പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് കൃപ നൽകി. എന്നാൽ അതിനുപരി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. ശക്തമായ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുക. ശക്തമായ ഇതിന്റെ ഇടപെടൽ നടക്കുക. ദൈവമക്കളെ, ഈ കർത്താവിന്റെ ബലത്തെ കുറിച്ച് പറയുന്ന അമിത ബലമെന്ന ഈ ആളിനെല്ലാം കണക്കുണ്ട് കേട്ടോ. ഞാനെന്നാ അതിലോട്ടൊന്നും വരുന്നില്ല. ആഭിചാരം ഫലിക്കുമോ? ആഭിചാരത്തിന് ബലമുണ്ടോ? ചിലർ പറയും ബലമില്ലെന്ന്. ബലമുണ്ടെന്നേ. മന്ത്രവാദത്തിന് ബലമുണ്ടോ? ഉണ്ടെന്നേ. രുദ്രത്തിന് ബലമുണ്ടോ? ബലമുണ്ടെന്നേ. ശാപം ഫലിക്കുമോ? ഫലിക്കുമെന്നേ. പക്ഷെ ദൈവമക്കൾക്കാ ഫലിക്കാത്തെ. മനസ്സിലാവുന്നോ? ദൈവമക്കൾക്ക് ഫലിക്കത്തില്ലെന്നേ ഉള്ളൂ. ഇതിനെല്ലാം ഫലിക്കത്തില്ലായിരുന്നെങ്കിൽ രാജാവ് പ്രവാചകനെ കൊണ്ടുവരണ്ടായിരുന്നല്ലോ ജനത്തെ ശപിക്കാൻ. ഈ കണ്ണട ചിരിട്ടാക്കല്ലേ കേട്ടോ, കണ്ണട ചിരിട്ടാക്കല്ലേ. ഞാന് ഇന്നലെ സുതൂഷ്യ സഭയിൽ ഇങ്ങനെ പറഞ്ഞു, സിംഹം അലറിക്കൊണ്ട് വരുമ്പോ നേരെ നിക്കണേ തന്നെ ഒരു കൃപ വേണ്ടായോ? ഈർന്നത് രണ്ടാമത്തെ കാര്യമാ. ഒരു പ്രതിസന്ധിയിൽ എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഒരു പ്രതിസന്ധി പ്രാർത്ഥിക്കാമെന്ന് പറയാൻ തന്നെ ഒരു കൃപ വേണം. മനസ്സിലാകുന്നില്ല. അതിന് വചനം പറഞ്ഞ അതിനെ അങ്ങ് ന്യായീകരിച്ചു പോകാനല്ല. ക്യാൻസർ 4th സ്റ്റേജിലാ. അതിനെ കീറാൻ ഒത്തില്ലെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഒന്ന് ചെയ്യുമെന്ന് പറയാൻ ധൈര്യം വേണ്ടായോ? എത്ര പേർക്ക് മനസ്സിലാകുന്നു? അതാ യുവാസക്തി പ്രാപിക്കേണ്ടത്. ചിലരൊക്കെ നിന്റെ നേരെ കയറി വരുമ്പോ തന്റെ ഇടത്തോടെ എന്റെ കൂടെ ദൈവം ഉണ്ടെന്നൊന്ന് പറയാൻ നമുക്കതിനകത്തൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കതിനകത്തൊന്ന് പോരാടാം. അങ്ങനെയൊക്കെ ദൈവസഭയെ പറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ അടുത്തിരിക്കുന്നോടൊരു വിഷയം പറയുമ്പോ അവര് പറയും നമുക്ക് പ്രാർത്ഥിക്കാം ആന്റി, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? യൂണിവേഴ്സിൽ ഇന്നൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ, മിടുക്കനാ. പ്രാർത്ഥിക്കാൻ അടുത്തിരിക്കുന്ന അമ്മ പറയുക, അല്ലെ ദൈവദാസനോട് ഒരു വിഷയം പറയുക, ദൈവദാസൻ പറയുക പുഷ്പഗിരിയിൽ ഇന്നൊരു ഡോക്ടർ ഉണ്ടെന്ന്. അത് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടുമെന്നേ. നല്ല കാർഡിയോളജിസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. അവരുടെ ആ ഒരു റേഷ്യോ അനുസരിച്ച് കിട്ടുമെന്നേ. എബിപ്പാസ്റ്ററെ വിളിച്ചത് നല്ല ഡോക്ടറെ പരിചയപ്പെടുത്താനല്ല, എബിപ്പാസ്റ്ററെ വിളിച്ചത് യേശുവിനെ പരിചയപ്പെടുത്താനാ. ധനഘടകസിയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമതേ, നമുക്കൊന്ന് പിടിക്കാമതേ, നമുക്കൊന്ന് ദൈവസന്നിധി ഇരിക്കാമതെന്ന് പറഞ്ഞു. കീറുന്നത് രണ്ടാമത്തെ വിഷയമാണ്. അതിന്റെ മേൽ ജയമെടുക്കുന്നത് രണ്ടാമത്തെ വിഷയമാണ്. എന്നാൽ അതിനകത്തോട്ടൊന്ന് ഇറങ്ങാൻ, അതിനകത്തോട്ടൊന്ന് ഇറങ്ങുന്ന കൃപ, അതിനകത്തോട്ടൊന്ന് ഇറങ്ങുന്ന കൃപ. രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. പക്ഷെ അതിന് ബലമുണ്ട്. അന്ധകാര മണ്ഡലങ്ങൾക്ക് ബലമുണ്ട്, ശക്തിയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്റെ സന്ദേശം ഇന്ന് രാത്രി ദൈവമക്കളോട് പറയുക, ദൈവത്തിന്റെ ബലം അമിത ബലമാ. ഈ ലൈവിലും തന്റെ ഇടത്തോട് പൈശാചിക മണ്ഡലങ്ങളെ ഞാൻ വെല്ലുവിളിക്കാൻ കാരണം എന്തെന്നറിയാമോ? എന്റെ കുടുംബം വലുതായതുകൊണ്ടല്ല, എബിപ്പാസ്റ്റർ മിടുക്കനായതുകൊണ്ടല്ല. പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവം മിടുമിടുക്കനാ. ഞാൻ സേവിക്കുന്ന ദൈവം ബലമുള്ളവനാ. ഇന്ന് എന്റെ ശരീരത്തിൽ ഞാൻ ബലഹീനനാ. അടുത്തൊരു സന്ദേശം ഞാൻ വിളിച്ചിരിക്കുക. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നവൻ ദൈവമാ. ഞാൻ വിളിച്ചു എല്ലാ നാമത്തിനും അന്ധകാര മണ്ഡലങ്ങൾ കേട്ട പറയുക, നിനക്ക് ബലമുണ്ടാകും, പക്ഷെ ഞങ്ങളോട് കളിക്കരുത്. ബലവാനായ
ഓ സർവശക്തനായ, ഓ ജയശാലിയായ ഒരു കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഗോലിയാത്തിന് ബലമുണ്ട്, അത് ദാവീദിന് അറിയാം. ആ ബലമുള്ളത് കൊണ്ടാ ശൗലും തന്റെ ജ്യേഷ്ഠന്മാരും മോളിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്കറിയാത്ത ഒന്ന് ഏരിയ ദാവീദിന് അറിയാം. അതേതാണെന്നറിയാമോ? ഹല്ലേലൂയ, ബലവാനായ ഒരു ദൈവം. ഗോലിയാത്തിനെക്കാട്ടി ബലമുള്ള ഒരു ദൈവം. അവനെ വനത്തിൽ രുചിച്ചറിഞ്ഞവനാ ദാവീദ്. അമിത ബലമുള്ള ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ ദാവീദിന് ബലമുള്ള ഒരു ഗോലിയാത്തിനെ ഭയമില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? അമിത ബലമുള്ള ദൈവത്തെ സെൻസ് ചെയ്തവന്, അമിത ബലമുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞവന് ലോകത്തിന്റെ ബലത്തെ ഭയമില്ല. ക്യാൻസറിന് ഒരു ബലമുണ്ട് കേട്ടോ, കടഭാരത്തിനൊരു ബലമുണ്ട് കേട്ടോ, നിന്റെ നേരെയുള്ള ശക്തിക്കൊരു ബലമുണ്ട് കേട്ടോ. ഇല്ലെന്നല്ല, ഇരുട്ടുകൊണ്ട് ഞങ്ങൾ ഓട്ടയടക്കുകയല്ല, സത്യം തന്നെയാ. പക്ഷെങ്കിൽ അമിത ബലമുള്ള ഒരു ദൈവത്തെ, ശക്തി കണക്കാക്കാൻ ഒക്കാത്ത ഒരു ദൈവത്തെ, ആദിക്ക് മണലി കൊണ്ട് അതിലിട്ടവൻ ഉളവാകട്ടെ എന്നുള്ള വാക്കിനാൽ സകലതിനെ ഉളവാക്കിയ രാത്രി നമ്മുടെ തന്റെ ഇടം എന്താ? ദൈവദാസന്മാരെ, നമ്മുടെ തന്റെ ഇടം എന്താ? നമ്മുടെ കഴിവാണോ? നമ്മുടെ മിടുക്കാണോ? ഈ ലൈവിൽ വിശ്വാസ യോഗ്യത എന്തുവാ? നിങ്ങളെക്കാൾ ഏറ്റവും കുറഞ്ഞവൻ, പൗലോസ് പറഞ്ഞ പോലെ അകാല പ്രജ, ഒരു കഴിവില്ലാത്തവൻ. പക്ഷെ ഒരുറപ്പുണ്ട്, അമിത ബലമുള്ള ഒരു കർത്താവുണ്ട്, അമിത ബലമുള്ള ഒരു കർത്താവുണ്ട്, അമിത ബലമുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അമിത ബലം എന്തിനാണെന്നറിയാമോ? തന്റെ മക്കളെ ശക്തിപ്പെടുത്താൻ. ഈ സൂമിൽ ഞാൻ വിളിച്ചു പറയുന്ന സുവാർത്ത എന്താണെന്നറിയാമോ? ഈ ലൈവിൽ ഞാൻ വിളിച്ചു ദൈവമക്കളെ തൊട്ടു പറയുന്ന സന്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളെ ബലപ്പെടുത്താൻ ബലവുമായി കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പല മണ്ഡലങ്ങളിൽ ക്ഷീണിച്ചിരിക്കുന്നവരാ ഉള്ളത്. ഈ വാർത്തകൾ നിന്നെ ക്ഷീണിപ്പിച്ചിരിക്കുക. പക്ഷെ യോസഫ് അയച്ച രഥങ്ങളെയും കുതിരകളെയും കണ്ടപ്പോ യാക്കോബിന് ഉയിര് വീണതുപോലെ, യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ചതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ മേലൊരു ബലം വെളിപ്പെടും, നിന്റെ മേലൊരു ശക്തി വെളിപ്പെടും. എല്ലാ കണ്ണും അടയട്ടെ. ആ വാക്കുകളെ പിടിച്ചു നിർത്തുക. ദൈവ മുഖത്തേക്ക് നോക്കിയ. പക്ഷെ ശക്തമായ ദൈവ ഇടപെടൽ നടന്നു കേട്ടോ, ശക്തമായ ദൈവ ഇടപെടൽ നടന്നു, ശക്തമായ ദൈവ ഇടപെടൽ നടന്നു. ശക്തമായ ഇമ്പോർട്ടേഷൻ നടക്കുക, ശക്തമായ ഹോളി സ്പിരിറ്റിന്റെ ഇമ്പോർട്ടേഷൻ നടക്കുക. ആരും സ്കിപ്പ് ചെയ്യല്ല. ശക്തമായ ദൈവസാന്നിധ്യത്തിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അന്യഭാഷ പറയുന്നവർ അന്യഭാഷ പറഞ്ഞാട്ടെ. ദൈവം അടിയുടെ മേൽ തകർന്ന് ദൈവകൃപയെ ഞാൻ ഈ ദൈവജനത്തിന് മേൽ റിലീസ് ചെയ്യുന്നു. നിങ്ങൾ ആദ്യം മാറുന്നു. റിൻസി 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 റിൻസി. ആ ദൈവദാസ്യ ദൈവം കാണിക്കുക. നീ ആയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഒരു ശക്തമായ അഭിഷേകം ചലിക്കുന്നു. നിന്റെ വിഷയം വളരെ ദൂരത്താ, നിനക്ക് ചെന്നത് പരിഹരിക്കാൻ കഴിയത്തില്ല, നിനക്ക് ഇപ്പോ ചെല്ലാൻ ഒക്കുന്ന ഒരു സാഹചര്യവുമല്ല. ഉപവാസത്തിൽ ചെല്ലേണ്ടവൻ ചെല്ലുന്നുണ്ട്. നീ പോണ്ടാന്നേ ദൈവം പറയാ, നീ പോണ്ട, ഞാൻ പോവാൻ പോവാ. വിശ്വസിക്കാമോ ദൈവദാസി? വിശ്വസിക്കാമോ? ഈ പ്രാർത്ഥനയിൽ ദൈവം ചിലതിനെ അയക്കാൻ പോവാ, ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കാൻ പോവാ. നിന്റെ വിഷയത്തിന് മറുപടിയുമായി ആ ദൂരത്തെ വിഷയത്തിന്റെ കെട്ടുദൈവം അടിച്ചു കളയുക. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. ഓരോ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോസ്പൽ മിനിസ്ട്രീസിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതൊരു ഉണർവിലേക്ക് മാറട്ടെ. ഈ മീറ്റിംഗിൽ ഉണർവിലേക്ക് മാറട്ടെ. കർത്തൃദാസന്റെ ദൈവസഭ അതെന്താണോ ഏതാണോ ഞാൻ അറിയുന്നില്ല, പക്ഷെ അവിടെ ഉണർവിന്റെ മുള പൊട്ടിയിട്ടുണ്ടല്ലോ. നാളുകളായി വിതച്ചത് പരിശുദ്ധമോ പ്രവചിക്കുക. നാളുകളായി വിതച്ചത് ജ്ഞാനം കയറ്റരുത്, ബുദ്ധി കയറ്റരുത്, ആത്മാവിന് തന്നെ വിട്ടുകൊടുക്കുക. നോൺ സ്റ്റോപ്പായി പലതും നടക്കും, നോൺ സ്റ്റോപ്പായി പലതും നടക്കും. ആ രീതിയിൽ ആത്മമണ്ഡലം ചലിക്കുന്നു. അമിത ബലം. നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നേ? നിങ്ങൾ ആരെയാ പേടിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി, ദൈവത്തെ പേടിച്ചാൽ മതി. അമിത ബലമുള്ളവൻ ഇറങ്ങി വന്നത് നിങ്ങൾക്ക് ബലം നൽകാനാ. അമിത ബലമുള്ളവൻ ഇറങ്ങി വന്നത് നിങ്ങൾക്ക് ബലം നൽകാനാ. അഭിഷേകമില്ലാത്തവർ നാവ് ചലിപ്പിച്ചാട്ട് നിങ്ങളുടെ മേൽ ഭാഷകളെ ദൈവം തരുന്നു.
വെളിപ്പാടുകൾ ദൈവം തരുന്നു, ദൂതുകൾ ദൈവം തരുന്നു, രോഗസൗഖ്യങ്ങൾ ദൈവം തരുന്നു. ഓ